കേരള കോൺഗ്രസുകളുടെ ലയനം ഇപ്പോൾ സജീവ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDF-ൽ എത്തിക്കുവാനുള്ള ചർച്ചയും. പക്ഷേ ഒരു കാരണവശാലും UDF-ലേക്ക് പോകില്ല, LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി ഇതിനകം തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ UDF അതിനുള്ള സജീവ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും LDF-ൽ നിന്ന് ജോസ് കെ മാണി വിഭാഗത്തെ പിണക്കി അയക്കരുത് എന്ന കർശന നിർദ്ദേശം CPM-ഉം താഴെത്തട്ടിലേക്ക് നൽകിയിട്ടുമുണ്ട്. അതിനിടെയാണ് സഭ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. കത്തോലിക്ക സഭയുടെ മുതിർന്ന വൈദികരായ മാണി പുതിയിടം ഇതേക്കുറിച്ച് ന്യൂസ് 18നോട് പ്രതികരിക്കുകയുമുണ്ടായി. കേരള കോൺഗ്രസ് ലയിച്ച് UDF-ൽ പ്രവേശിക്കണമെന്ന് കത്തോലിക്ക സഭയിലെ മുതിർന്ന വൈദികനായ ഫാദർ മാണി പുതിയിടം വിഘടിച്ചു നിൽക്കുന്നതുകൊണ്ട് ആ പാർട്ടിയിലുള്ളവർക്ക് പോലും ഗുണമില്ലാതായി എന്നാണ് മാണി പുതിയിടം പറഞ്ഞത്. ഒരു മന്ത്രിയും MLA-യും കിട്ടിയിട്ട് എന്ത് കാര്യമാണുള്ളതെന്ന് സഭയുടെ ചോദ്യം. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കഴിയാതെ ഇവരെ കൊണ്ട് എന്ത് പ്രയോജനമെന്നും മാണി പുതിയിടം ചോദിക്കുന്നു. പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ജോസ് കെ മാണി വിഭാഗം UDF-ൽ എത്തുകയാണ് വേണ്ടത്. സഭാ മേലധ്യക്ഷന്മാരടക്കം കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടപെട്ട് മടുത്തതായും മാണി പുതിയിടം പറയുന്നു. ഈ ഘട്ടത്തിൽ അതിനിർണായകമാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. സഭ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഫാദർ മാണി പുതിയിടം നൽകുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. അതിന് ഒരു ഐക്യമത്യം മഹാബലം എന്ന് നാം പറയുന്ന എല്ലാ തലങ്ങളിലും എവിടെയും എപ്പോഴും പ്രസക്തമായ കാര്യം തന്നെയാണ്. ഒരു ഐക്യമത്യം നഷ്ടപ്പെട്ടിട്ട് വിഭജിച്ച് പോയി കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ എല്ലാ തരത്തിലുമുള്ള ആർഗ്യുമെൻറ്റേറ്റീവ് പവർ അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. വിലയിന് ഇല്ലാണ്ടായി തീർന്നിരുന്നു. അതുകൊണ്ട് മറ്റുള്ളവർക്കിട്ട് വട്ട് തട്ടാം, അങ്ങോട്ടും തട്ടാം ഇങ്ങോട്ടും തട്ടാം, ഒരു കാര്യത്തിനും ഒരു തീർച്ചയായും തീരുമാനം ഉണ്ടാവുകയില്ല, ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല. സമൂഹത്തിന് നന്മ ചെയ്യാൻ പറ്റില്ല, അവനവന് തന്നെ നന്മ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ വാസ്തവത്തിൽ ഇന്നിപ്പോൾ അങ്ങാണ്ടല്ലേ വളരെ വലിയ നേതൃത്വത്തിലേക്ക് കടന്നു വന്ന ഉമ്മൻചാണ്ടിയൊക്കെ എത്രയോ 10,000 ആൾക്കാർ ഇപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ അച്യുതാനന്ദൻ, അദ്ദേഹത്തിൻ്റെ എന്തുമാത്രം ജനങ്ങളാണ് അദ്ദേഹത്തെ അനുധാവനം ചെയ്തത്. ഒക്കെ എന്തുകൊണ്ടാണ് അദ്ദേഹം അവരെ ഒരു പാർട്ടിയെ അവരൊന്നിച്ച് നിർത്തി അതിൻ്റെ വക്താവായിട്ട് നിന്നു. അല്ല അവരുടെ സ്വന്തം പേഴ്സണൽ പേരിലൊന്നും അല്ല അവർ വലിയ ആൾക്കാരായത്. ഒരു പാർട്ടിയെ ഒന്നിപ്പിച്ച് നിർത്തി. ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം പാർട്ടിക്ക് അതീതമായി വ്യക്തി വളർന്നു നിന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരെ ശിഥിലീകരിക്കപ്പെടാനിടയായത്. അപ്പോൾ അതിൻ്റെ ബലം പോയി. അതേസമയത്ത് അവർ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി എന്തുമായിക്കൊള്ളട്ടെ, ഇന്നതാണെന്ന് നിർബന്ധം എന്തുമായിക്കൊള്ളട്ടെ, അതിനകത്ത് ഒരുമയോടുകൂടി വിധേയത്വത്തോടെ നിൽക്കുന്നതെങ്കിൽ എത്രയോ ഭംഗിയായിട്ട് പോകുമായിരുന്നു. അത് വീണ്ടും പല കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞ് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഒരു കീറ്റർ, ഒരു MLA സ്ഥാനം കൊണ്ടുപോയി ഒരു മന്ത്രിയായി അങ്ങനെയൊക്കെ പോകുന്ന എന്ത് നേട്ടം ഉണ്ടാകാനിരിക്കണം. അപ്പം അതുകൊണ്ടാണ് ആ നിലപാടിന് വലിയ മാറ്റമൊന്നുമില്ല. വീണ്ടും അവർ ഒന്നിച്ച് വരികയാണെങ്കിൽ അവർക്ക് നല്ലത്. അതായത് ഞങ്ങൾ ഈ പറയുന്ന നിങ്ങളിപ്പോൾ അവർ നോക്കുമ്പോൾ ഇവർക്ക് ഈ വൈദികനെ പറയാൻ കാര്യമാണ്, രാഷ്ട്രീയത്തിന് പറയാൻ കാര്യമെന്ന് പറയാം. പക്ഷേ ഈ ജനത്തെ ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ ജനം ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ജനങ്ങളുടെ വികാരം അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയാൻ പേടിയില്ലാത്തത്. ഉള്ള കാര്യം തെളിച്ച് പറയാൻ ചെയ്തുകൊണ്ടാണ് ഈ ജനത്തെ ഭിന്നിപ്പിച്ച് അവിടെ തമ്മിൽ അവരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട് 16 ഗ്രൂപ്പാക്കി കൊണ്ട് പോകുന്നത്. അത് അത്ര നല്ലതല്ലെന്ന് പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, അതിന് ഞങ്ങൾക്ക് ചുമതലയുമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഭിന്നതകൾ വരുമ്പോൾ ബി കെയർഫുൾ എന്ന് പറയാൻ ഞങ്ങൾ സന്നദ്ധമാകുന്നു. മതമേലധ്യക്ഷന്മാരൊക്കെ നിലപാടുകൾ എടുക്കുന്നു. പക്ഷേ ഇപ്പം മതമേലധ്യക്ഷന്മാർ ഒന്നും പറയുന്നില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയുന്നതുകൊണ്ടാണ്. ഇതാണ് ഫാദർ മാണി പുതിയിടം പറയുന്നത്. അദ്ദേഹം സീനിയർ വൈദികനാണ്. കത്തോലിക്ക സഭയിലെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സീനിയർ വൈദികനാണ് മാണി പുതിയിടം. അദ്ദേഹം സഭയുടെ പല നയരൂപീകരണ സമയത്തും നയരൂപീകരണ ചർച്ചകളിലും സജീവമായി ഉണ്ടായിരുന്നയാളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുമാത്രമല്ല കേരള കോൺഗ്രസുമായി പലതവണ ചർച്ച നടത്തിയിട്ടുണ്ട്. അവരുടെ സീനിയർ നേതാക്കളുമായി, ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി പലതവണയും ഇതേ വിഷയത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് മാണി പുതിയിടം പറയുന്നത്. ഇപ്പോൾ സഭയ്ക്ക് ഇക്കാര്യത്തിൽ മടുപ്പ് അനുഭവപ്പെടുകയാണ് എന്ന കാര്യവും മാണി പുതിയിടം പറയുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി മാണി പുതിയിടവുമായി സംസാരിച്ച ജി ശ്രീജിത്തും ഒപ്പം കത്തോലിക്ക സഭയിൽ ഇതേക്കുറിച്ച് നടക്കുന്ന ചർച്ചകളെക്കുറിച്ച് ടോം കുര്യാക്കോസും വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, മാണി പുതിയിടം പറയുന്നതിന്, ഫാദർ മാണി പുതിയിടം പറയുന്നതിനെ വളരെ ഗൗരവമായി കാണേണ്ടി വരും. കാരണം അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതയിലെ സീനിയർ വികാറാണ്. പല ചർച്ചകളിലും അദ്ദേഹം ഉണ്ടായിട്ടുള്ളയാളാണ്. പല നയരൂപീകരണത്തെക്കുറിച്ചും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ള ആളാണ്. മുൻ PRO ആണ് അദ്ദേഹം. അപ്പോൾ കൃത്യമായിട്ടും സഭ കേരള കോൺഗ്രസുകളുടെ വിഷയത്തിൽ ഇടപെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണല്ലോ അദ്ദേഹം നൽകുന്നത്. അതിൽ തന്നെ കേരള കോൺഗ്രസുകൾ ലയിക്കണം, ഒപ്പം കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ൽ നിന്നിട്ട് കാര്യമില്ല എന്ന് തുറന്നു പറയുകയാണല്ലോ ഇവിടെ.
തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമായി ഫാദർ മാണി പുതിയിടത്തിന്റെ പ്രതികരണത്തെ കാണേണ്ടി വരും. അദ്ദേഹം അവസാനം ചൂണ്ടിക്കാണിച്ചതുപോലെ സാധാരണഗതിയിൽ വൈദികർ അങ്ങനെ രാഷ്ട്രീയത്തിൽ എന്തിന് ഇടപെടുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചോദ്യം ഉയർന്നു വരാറുണ്ട്. പക്ഷേ സഭയിലെ വിശ്വാസികളുടെ വികാരം ഇതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഫാദർ മാണി പുതിയിടം പ്രതികരിക്കുന്നത്. അദ്ദേഹത്തെ കേവലം ഒരു വൈദികൻ മാത്രമായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം നേരത്തെ മഞ്ജുഷ തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ പല ഘട്ടങ്ങളിലും പല ചർച്ചകളിലും നിർണായക സ്വാധീനമായിട്ടുള്ള നിർണായക കെ എം മാണിയുമായി വളരെ അടുത്ത ബന്ധമൊക്കെ ഉണ്ടായിരുന്ന ഒരു വൈദികൻ കൂടിയാണ്. അദ്ദേഹമാണ് ചൂണ്ടിക്കാണിക്കുന്നത് കേരള കോൺഗ്രസുകൾ ഇങ്ങനെ ഭിന്നിച്ച് നിന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. പ്രത്യേകിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ന്യൂനപക്ഷ അവകാശങ്ങൾ ഉയർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവരെ കൊണ്ട് എന്താണ് പ്രയോജനം കേരള കോൺഗ്രസിനെ കൊണ്ട് എന്ന ഗൗരവമേറിയ ചോദ്യവും മാണി പുതിയിടം ചോദിക്കുകയാണ്. മാത്രവുമല്ല, ഇപ്പോഴത്തെ സമീപകാല ചർച്ചകൾക്കനുസരിച്ച് ഫലത്തിൽ LDFിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അവർ എതിർത്തിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം പ്രത്യയശാസ്ത്രപരമായി ചേർന്ന് നിൽക്കില്ല, വർഗസമരമാണ് ചൂണ്ടിക്കാണിക്കുന്നത് LDF. അവിടെ എങ്ങനെയാണ് പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുള്ള ഒരു പാർട്ടിക്ക് നിൽക്കാനാകുക എന്നാണ് മാണി പുതിയിടം ചോദിക്കുന്നത്. അതായത് ലയനം എന്നുള്ളത് അപ്പുറത്തേക്ക് ലയനം മാത്രമല്ല, ഒരുമിച്ച് UDFിൽ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഗൗരവമേറിയ അദ്ദേഹത്തിന്റെ നിരീക്ഷണമായി പറയുന്നത്. മാത്രമല്ല, സഭാ മേലധ്യക്ഷന്മാരൊക്കെ പല ഘട്ടത്തിലും ഇടപെട്ട് മടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതായത് ഇടപെടുന്നുണ്ട്, പക്ഷെ ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല. പല ഘട്ടത്തിലും പല നേതാക്കളുടെയും പിടിവാശിയാണ്. ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ തന്നെ കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പല ഘട്ടത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷെ ചില നേതാക്കളുടെ ഈഗോ ആണ് അതിന് ലയനത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സഭയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുന്നത്. അതായത് ഈ ഒരു വിഭാഗത്തിലെ കേരള കോൺഗ്രസ് എമ്മിലെ തന്നെ പലരും ഈ ഇപ്പുറത്തേക്ക് അണികൾക്ക് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, അണികളുടെ പൊതുവികാരം UDFിലേക്ക് മടങ്ങിയെത്തുക എന്നുള്ളതാണ്. നേതാക്കളിലും പല നിരവധി ആളുകൾക്ക് അത്തരം അഭിപ്രായമുണ്ട്. അതായത് ഫലത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ തന്നെ കടുത്ത ഭിന്നതയുണ്ട് എന്ന് അതിൽ ചർച്ചകളിലൊക്കെ ഇടപെട്ട വൈദികൻ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗൗരവമേറിയ ജോസ് കെ മാണി ഇതിനകം വ്യക്തമാക്കിയതാണല്ലോ. എന്തായാലും LDF വിട്ട് UDFിലേക്ക് പോകുന്ന ഒരു പ്രശ്നമേ ഇല്ല, ഞങ്ങൾക്ക് LDFിൽ സംതൃപ്തിയാണ് ഉള്ളത് എന്ന്. പക്ഷേ അത് ജോസ് കെ മാണി ഈ സമയത്ത് വെളിയിൽ പറഞ്ഞതേ ഉള്ളൂ. അതല്ലാതെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നതിന്റെ സൂചന കൂടിയല്ലേ ഫാദർ മാണി പുതിയിടം നൽകുന്നത് ശ്രീജിത്ത്. അപ്പോൾ അടഞ്ഞ അധ്യായമല്ല കേരള കോൺഗ്രസിന്റെ LDFിൽ നിന്ന് UDFിലേക്കുള്ള വരവ്. അതുപോലെ തന്നെ അത് ലയിച്ചാണ് വരുന്നതെങ്കിൽ ഇത് രണ്ടും സഭയുടെ ഇടപെടൽ. എല്ലാ കാലത്തും കേരള കോൺഗ്രസുകളുടെ വിഷയത്തിൽ സഭയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കത്തോലിക്ക സഭ ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇടപെടൽ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് തന്നെ സൂചിപ്പിക്കുന്നതല്ലേ? അല്ലെങ്കിൽ ഈ ഒരു സീനിയർ വൈദികൻ ഇങ്ങനെ തുറന്നു പറയില്ലായിരുന്നു.